ഹലോ എവരി വൺ, വെൽക്കം ടു ലിറ്റ് ലാബ് ലേണിംഗ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേണിങ്ങിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയോന്നോ അല്ലെങ്കിൽ ടോപ്പിക്കെന്നോ പറയാൻ പറ്റുന്ന ഒപ്പറന്റ് കണ്ടീഷനിങ്ങിനെ പറ്റിയിട്ടാണ്. ലേണിംഗിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ പോസിബിലിറ്റി ഇല്ല ഒരു ഏരിയയും കൂടിയാണ് ഈ ഒപ്പറന്റ് കണ്ടീഷനിങ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ മാത്രമല്ല പിന്നീടാണെങ്കിലും സൈക്കോളജിയുടെ പല ഏരിയാസിലും നമുക്ക് ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണ് ഒപ്പറന്റ് കണ്ടീഷനിങ് എന്നും അത് ആരാണ് പ്രപ്പോസ് ചെയ്തത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റൂട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കൈൻഡ് ഓഫ് ലേണിങ്ങിന് പൊതുവിൽ പറയുന്നത് ഒരു വോളണ്ടറി ബിഹേവിയർ എങ്ങനെയാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്, അതാണ് ഈ ഒപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അതായത് വോളണ്ടറി ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ഓരോ ആക്ഷൻസ് ആയിക്കോട്ടെ, ഓരോ ബിഹേവിയർ ആയിക്കോട്ടെ, നമ്മൾ സ്വയമേ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന എല്ലാ ബിഹേവിയറുകളും നമ്മൾ എങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ അത് നമ്മൾ എങ്ങനെ ലേൺ ചെയ്തെടുത്തു എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒപ്പറന്റ് കണ്ടീഷനിങ്ങിൽ പറയുന്നത്. ഇതിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത് തന്നെ BF സ്കിന്നർ എന്ന് പറയുന്ന ബിഹേവിയറിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ഇതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുകയും പിന്നീട് ഇതൊരു വലിയ തിയറി ആയിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടീഷനിങ് അപ്രോച്ച് ആയിട്ട് പ്രപ്പോസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹമാണ് പിന്നീട് അതിന് ഒപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പേരും കൊടുത്തത് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാ വെച്ചാൽ ഒരു വോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻ നമ്മൾ ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം, ഒരു ബിഹേവിയർ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാവും എന്നാണ് ഈ തിയറി പ്രകാരം പറയുന്നത്. ഈ തിയറി വന്നതിന് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഈ തിയറി ഉണ്ടായത് തന്നെ വേറൊരു തിയറിന്റെ ഒരു ബേസ് പിടിച്ചുകൊണ്ടാണ് ഈ തിയറി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് ഏതാന്ന് നോക്കാം. ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്ന എഡ്വേർഡ് തോണ്ടൈക്കിന്റെ ഒരു തിയറി ഉണ്ട്. ലോ ഓഫ് എഫക്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ആ പേരിൽ തന്നെ അതിന്റെ മീനിങ് ഉണ്ട്. അതായത് ഒരു എഫക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു കാര്യത്തിന്റെ ഒരു എഫക്റ്റിലൂടെയാണ് നമ്മൾ പിന്നീട് ആ ബിഹേവിയർ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതെന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എഡ്വേർഡ് എൽ തോണ്ടൈക്ക് ആണ് ഈ ഒരു ലോ ഓഫ് എഫക്റ്റ് പ്രപ്പോസ് ചെയ്ത ആള്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല് ഈ ഒരു പസിൽ ബോക്സ് എന്ന് പറയുന്ന ഒരു സംഭവം ആദ്യമായിട്ട് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അതായത് ഒരു പസിൽ ബോക്സിൽ ക്യാറ്റിനെ ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹം എക്സ്പെരിമെന്റ് നടത്തിയത്. ഒരു വിശന്നിട്ടുള്ള ഒരു ക്യാറ്റിനെ, അതായത് ഒരു ഹംഗ്രി ക്യാറ്റിനെ എന്ത് ചെയ്തു, ഒരു ബോക്സിന്റെ അകത്തേക്ക് ആക്കി. ആ ബോക്സ് ഞാൻ കാണിച്ചു തരാം. ഒരു ബോക്സിന്റെ അകത്തേക്ക് ആക്കി, എന്നിട്ട് അതിൻ്റെ ഉള്ളില് ഒരു ലിവർ കണ്ടോ, ഈ ക്യാറ്റ് ഇതിൽ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു ലിവർ കണ്ടോ. അതായത് ഫുഡ് പുറത്തുണ്ട്. അപ്പൊ ഈ ക്യാറ്റിന് എങ്ങനെയെങ്കിലും പുറത്ത് വന്നിട്ട് ഈ ഫുഡ് എടുക്കണം. അപ്പൊ ഭയങ്കര വിശന്നിരിക്കുന്ന ക്യാറ്റ് ആയതുകൊണ്ട് ഈ ക്യാറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫുൾ ഇങ്ങനെ പരതാൻ തുടങ്ങി കുറെ നേരമായിട്ട്. ഈ ഫുഡ് എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ഇതിന്ന് പുറത്ത് കിടക്കാം, എസ്കേപ്പ് ചെയ്യാം എന്നുള്ളതൊക്കെ ഈ ക്യാറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഈ ക്യാറ്റ് ആ ലെവറിൽ പ്രസ് ചെയ്തത്. പെട്ടെന്ന് അതിൽ പോയി ചവിട്ടിയപ്പോൾ ഇത് ഓപ്പൺ ആയി, ക്യാറ്റിന് ഫുഡ് കിട്ടി. അപ്പൊ എന്ത് ചെയ്തു, വീണ്ടും ഇതേ ക്യാറ്റിനെ പിടിച്ചിട്ട് ഈ ഒരു ബോക്സിന്റെ ഉള്ളിലാക്കി, എന്നിട്ട് പുറത്ത് ഇതേപോലെ ഫുഡ് വെച്ചു. അപ്പൊ തോണ്ടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഈ ക്യാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും വീണ്ടും ഈ ഒരു ലെവർ പ്രസ് ചെയ്തിട്ട് പുറത്ത് വരാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് പുറത്തേക്ക് വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നമുക്ക് എന്തെങ്കിലും ഒരു ബിഹേവിയർ ചെയ്ത ശേഷം അതിന് കിട്ടുന്ന റെസ്പോൺസ് അല്ലെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാവുന്ന കോൺസിക്വൻസ് എന്താണോ അത് വെച്ചിട്ടായിരിക്കും പിന്നീട് ആ ബിഹേവിയറുടെ റിപ്പീറ്റീഷൻ വരുന്നത്. അതായത് വീണ്ടും അത് ചെയ്യണോ അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് അതിന്റെ കോൺസിക്വൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പൊ അതാണ് ഈ ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു ബോക്സ് മറക്കണ്ട, അതായത് പസിൽ ബോക്സ് എന്നാണ് അതിന് പേര് പറയുന്നത്. അതായത് ഒരു ഹംഗ്രി റാറ്റിനെ ഒരു പസിൽ ബോക്സിന്റെ അകത്താക്കിയിട്ട് ഈ ക്യാറ്റ് മുഴുവനും ഈ ബോക്സിന്റെ അകത്ത് ഇങ്ങനെ തപ്പി പരതി എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കാൻ വേണ്ടി എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി നോക്കും. അങ്ങനെ എസ്കേപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ക്യാറ്റിന് ഫുഡ് കിട്ടും. അപ്പൊ എസ്കേപ്പ് ചെയ്യണമെങ്കിൽ ഈ ലിവർ പ്രസ് ചെയ്യണം. ക്യാറ്റ് വീണ്ടും വീണ്ടും ആ ലിവർ പ്രസ് ചെയ്യുന്ന ബിഹേവിയർ കൂട്ടി കൊണ്ടുവന്നു. അപ്പൊ അതാണ് ലോ ഓഫ് എഫക്റ്റ്. ഈ ലോ ഓഫ് എഫക്റ്റിന്റെ ബേസിസിലാണ് എന്തുണ്ടായിട്ടുള്ളത്, നമ്മൾ ഒപ്പറന്റ് കണ്ടീഷനിങ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. അതായത് ഇവർ പറയുന്നത് ഒരു ആക്ഷന് പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു കോൺസിക്വൻസസ് ഉണ്ടായാൽ, ഒരു കോൺസിക്വൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ബിഹേവിയർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ നമ്മൾ തന്നെ ഒരു ഹ്യൂമൻസിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ആരുടെ അടുത്തെങ്കിലും നല്ല പ്രൈസ് കിട്ടുക അല്ലെങ്കിൽ എല്ലാവരും നമ്മളെ പറ്റി നല്ലത് പറയുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും ആ ചെയ്ത ബിഹേവിയർ കൂടുതലായിട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരു പ്ലഷറബിൾ ആയിട്ടുള്ള കോൺസിക്വൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യും എന്നാണ് ലോ ഓഫ് എഫക്റ്റിൽ
പറയുന്നത്. അതേപോലെ തന്നെ അൺപ്ലസന്റ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ബിഹേവിയർ പിന്നെ ചെയ്യില്ല. ഇപ്പൊ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമ്മൾ ആ ബിഹേവിയർ ചെയ്യണം എന്നില്ല. ഭയങ്കര അഡമന്റ് ആയിട്ടുള്ള ചൈൽഡിനെ കുറിച്ചിട്ടല്ല പറയുന്നത്. ഒരു നോർമൽ വേ ഓഫ് തിങ്കിങ്ങിൽ ഒരു നോർമൽ ആയിട്ടുള്ള ടെമ്പറമെന്റ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ഒരു പണിഷ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യുന്നത് കുറയ്ക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് ഒപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ ഒപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോൺസിക്വൻസസ്, നമ്മളൊരു ബിഹേവിയർ ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന കോൺസിക്വൻസസ് ആണ് പിന്നീട് ആ ബിഹേവിയർ ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യണോ അവോയ്ഡ് ചെയ്യണോ എന്നുള്ളതിന് ഡിസൈഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ഒപ്പറന്റ് കണ്ടീഷനിങ്ങിൽ പറഞ്ഞിട്ടുള്ളത്. BF സ്കിന്നർ ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ഒരു പ്ലസന്റ് കോൺസിക്വൻസസ് ഉണ്ടായാൽ ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യും. അൺപ്ലസന്റ് കോൺസിക്വൻസസ് ഉണ്ടായാൽ ആ ബിഹേവിയർ നമ്മൾ പിന്നെ ചെയ്യില്ല, അത് നമ്മൾ അവോയ്ഡ് ചെയ്യും. അതാണ് ഈ ഒരു ഒപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. താങ്ക് യു.